नमस्कार दोस्तों. ആയേ ആയേ എന്നാട്ടോ ഉദ്ദേശിച്ചത്, അയ്യേ എന്നല്ല ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ നമസ്കാരം. ഈ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തത് വോക്കിസം എങ്ങനെ ഉണ്ടായി വന്നു, വോക്കിസം ഇസ്ലാമായിട്ട് എങ്ങനെ ബന്ധിച്ച് കിടക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഹിജാബിൻ്റെ ഒരു സംഭവം എടുത്തു വെച്ചത്. ഇസ്ലാമിക് ടെററിസമായിട്ടും അതേപോലെ തന്നെ ബന്ധിപ്പിച്ച് കിടക്കുകയാണ് നമ്മുടെ വോക്കിസം എന്നുള്ള സാധനം. യൂറോപ്പിലാണെങ്കിലും വെസ്റ്റിൽ ഇപ്പോൾ മൊത്തത്തിൽ ഓക്കെ. അപ്പോൾ അതാണ് സംഭവം. ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, ഇനി ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനുള്ളത് വോക്കിസം എങ്ങനെ ഉണ്ടായി വന്നു, എന്താണ് കാരണങ്ങൾ, എങ്ങനെ ഉണ്ടായി വന്നു എന്നുള്ളതാണ്. അത് ഞാൻ ഇതിന് വേണ്ടിയിട്ട് റെഫർ ചെയ്തത് മീഡിയം എന്ന് പറയുന്ന ഒരു ബ്ലോഗിങ് സൈറ്റ് ഉണ്ട്, ഫേമസ് ആണ്. അവിടെ വളരെയധികം കൂടുതലായിട്ട് ഇൻ്റലക്ച്വലി സോഷ്യൽ കാര്യങ്ങളെപ്പറ്റി എഴുതുന്ന ഒരു ഫിലോസഫർ ഉണ്ട്. ഫിലോസഫിയിൽ PhD എടുത്തിട്ടുള്ള ബെഞ്ചമിൻ കെയ്ൻ എന്ന് പറയുന്ന ഒരു ഫിലോസഫർ ഉണ്ട്. ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് പുള്ളിക്കാരൻ്റെ എഴുത്തുകൾ ഞാൻ വായിക്കാറുണ്ട്. പുള്ളിക്കാരൻ മുന്നോട്ട് വെക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് വോക്കിസം ഉണ്ടായി വന്നിട്ടുള്ളത്, ഈ 21ാം നൂറ്റാണ്ടിൽ എങ്ങനെയാണ് വോക്കിസം ഉണ്ടായി വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ആ ഒരു എഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുള്ളിക്കാരൻ്റെ അതൊക്കെ കുറേ റെഫർ ചെയ്തിട്ടാണ്, പിന്നെ കുറേ ഇൻഫർമേഷൻ വേറെ സ്ഥലങ്ങളിൽ നിന്നും തപ്പിപ്പിടിച്ച് വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാനത് പറയുന്നത്. അപ്പോൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർ, ഇംഗ്ലീഷ് വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർ, കുറച്ച് ഫിലോസഫിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, തത്വചിന്ത ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബെഞ്ചമിൻ കെയ്ൻ എന്ന് പറയുന്ന ആളുടെ ആ ഒരു ബ്ലോഗ് നിങ്ങൾ വിസിറ്റ് ചെയ്യുകയും വായിക്കുകയും നന്നായിരിക്കും. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. ഇനി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ വോക്കിസം എന്നുള്ള സാധനം, ഹൈപ്പർ ലിബറലിസം കയറി വന്ന് അത് ടോക്സിക് ആയത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നു. അതായത് വോക്കിസം എങ്ങനെയായി മാറി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. വോക്സ്റ്റേഴ്സ് എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നു, വോക്സ്റ്റേഴ്സ് ആരാണെന്ന് പറഞ്ഞു. ഈ വോക്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഇൻ്റർസെക്ഷണൽ ഫെമിനിസ്റ്റുകളും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഐ എം നോട്ട് അഗെയിൻസ്റ്റ് ഫെമിനിസം. ഫെമിനിസം ഈസ് ദി നീഡ് ഓഫ് ദി അവർ. അതായത് സ്ത്രീകൾ കാലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ സ്ത്രീകൾ പുരുഷന് സമമാണ്, തുല്യവേതനം വേണം, തുല്യാവകാശങ്ങൾ വേണമെന്ന് സമരം ചെയ്തിരുന്ന ഒരു വലിയൊരു മൂവ്മെൻറ്റാണ് ഫെമിനിസം എന്ന് പറയുന്നത്. അതിനോട് എനിക്ക് ബഹുമാനമേ ഉള്ളൂ. അത് വേണ്ടത് തന്നെയാണ്, അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് തന്നെയാണ്. ഞാനും അങ്ങനെയാണെങ്കിൽ ഫെമിനിസ്റ്റാണ്. പക്ഷേ എന്താ പറയുക, ഇപ്പോഴത്തെ മോഡേണിസ്റ്റ് ഫെമിനിസം, അതായത് ഈ വോക്കിസ്റ്റ് വൈറസ് കയറിയിട്ടുള്ള ഒരു ഫെമിനിസത്തിൻ്റെ പ്രശ്നങ്ങളാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു വെച്ചിട്ടുള്ളത്. മോഡേണിസ്റ്റ് ഫെമിനിസം അല്ലെങ്കിൽ വോക്കിസ്റ്റ് ഫെമിനിസം എന്നൊക്കെ പറയാം. അതായത് കാരണം ഫെമിനിസം ആസ് സച്ച് പ്രോബ്ലമാറ്റിക് അല്ല, അതൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്, അത് വേണ്ട ഒരു കാര്യമാണ്. ഇറ്റ്സ് എ നെസസിറ്റി. ഫെമിനിസം ഈസ് എ നെസസിറ്റി. വോക്കിസ്റ്റ് ഫെമിനിസമാണ് പ്രശ്നം. അതേപോലെ തന്നെ ഇൻ്റർസെക്ഷണൽ ഫെമിനിസം, അത് കുറച്ചും കൂടി ഒരു കോൺട്രവേഴ്ഷ്യലാണ്. കാരണം ഒരു ഫീമെയിൽ റൈറ്റ്സ്, അതായത് വുമൻസ് റൈറ്റ്സിലോട്ട് എന്തിനാണ് ഇൻ്റർസെക്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് വേണ്ടി പോരാട്ടം ആ രീതിയിൽ തന്നെ നിലനിൽക്കണം എന്നുള്ള അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. ഇനി ഇതേപോലെ തന്നെ LGBT-ക്കാരെ എതിരല്ല ഞാൻ LGBT-നെ പൂർണ്ണ പിന്തുണയ്ക്കുന്ന ഒരാളാണ്. ട്രാൻസ്ജെൻഡർ റൈറ്റ്സിനെയും പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ വോക്ക് വൈറസ് അതിൻ്റെ ഉള്ളിലോട്ട് കയറി വന്നതിന് ശേഷം, ഹൈപ്പർ ലിബറലിസം അതിലോട്ട് കയറി വന്നതിന് ശേഷം, ഹൈപ്പർ ലിബറൽ വൈറസ്, വോക്ക് വൈറസ് അതിലോട്ട് കയറി വന്നതിന് ശേഷം അതിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. LGBTQ എന്ന് പറഞ്ഞൊരു സാധനം, ക്യൂർ എന്ന് പറഞ്ഞ സാധനമൊക്കെ കയറി വന്ന്, പിന്നെ QIA+ എന്ന് പറഞ്ഞ് 2S എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 2 സ്റ്റേറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഷോ ഓഫ്സ്, കുറേ പ്രഹസനങ്ങൾ അതിലോട്ട് കയറി വന്നിട്ടുണ്ട്. ജെന്യുവനായിട്ടുള്ള കോസിന് വേണ്ടി പോരാടുന്ന ട്രാൻസ്ജെൻഡേഴ്സിന്, അവരുടെ റൈറ്റ്സിനെ, അസെക്സ്വൽസിനെയും ഇൻ്റർസെക്സ് ആയിട്ടുള്ള ആൾക്കാരുടെയും അവരുടെ ആ ഒരു കോസിനെ ഡയല്യൂട്ട് ചെയ്യുന്ന രീതിയിൽ, ആ ഒരു കോസിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്ന രീതിയിലോട്ട് ആ ഒരു മൂവ്മെൻറ്റിന് ഒരു ബ്ലണ്ട്, ഒരു ഓസ്റ്റൻറ്റേഷ്യസ് ഡിസ്പ്ലേ ആക്കി മാറ്റുന്ന രീതിയിലോട്ട് വന്ന സാധനങ്ങളാണ് ഈ ക്യൂ എന്ന് പറയുന്ന സാധനം. പിന്നെ 2S+ എന്നൊക്കെ, പാൻ ജെൻഡർ, പിന്നെ ബേർഡ് ജെൻഡർ എന്നൊക്കെ പറഞ്ഞുള്ള സാധനങ്ങൾ വന്നിട്ടുള്ളത്. ഇത്
വേറൊരു വീഡിയോയിൽ ഇൻഡെപ്തായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാവുന്നതാണ്. ഇന്ന് നമുക്ക് വോക്കിസം എങ്ങനെ റൈസ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ കണ്ടു, വോക്കിസത്തിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. വോക്കിസത്തിന് പ്രധാനമായിട്ട് 3 കാരണങ്ങളാണെന്നാണ് പറഞ്ഞു വെക്കുന്നത് ബെഞ്ചമിൻ കെയ്ൻ. ഒന്നാമത്തെ കാരണം കൺസ്യൂമർ ഇൻഫൻറ്റലൈസേഷൻ എന്നുള്ളതാണ്. അപ്പോൾ വാട്ട് ഈസ് കൺസ്യൂമർ ഇൻഫൻറ്റലൈസേഷൻ? അതായത് കൺസ്യൂമേഴ്സ്, അതായത് നമ്മളൊക്കെ ബേസിക്കലി ഉപഭോക്താക്കളാണ്, കസ്റ്റമേഴ്സാണ്. നമ്മളെ ഇൻഫൻറ്റലൈസ് ചെയ്യുക. ഇൻഫൻറ്റലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുട്ടികളെ പോലെ നമ്മളാക്കി മാറ്റുക, അതാണ്. ഇതൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ടായി വന്നിട്ടുള്ള നമുക്ക് ഉണ്ടായി വന്നിട്ടുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് അത് നമ്മൾ ആക്കുകയാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ പണ്ടത്തെ പോലെയല്ല, നമുക്കൊരു ഫോണുണ്ട്, അതിൻ്റെ ഉള്ളിൽ നമുക്ക് സെർച്ച് ചെയ്ത് അപ്പം തന്നെ ഇൻഫർമേഷൻ കിട്ടും. നമുക്ക് ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ കിട്ടുന്ന ഇൻഫ്ലക്സ് ഓഫ് ഇൻഫർമേഷനാണ്. പണ്ടിങ്ങനെ ആയിരുന്നില്ല. പണ്ടത് കിട്ടുന്ന ഇൻഫർമേഷൻ വളരെ ലിമിറ്റഡ് ആയിരുന്നു, അത് കുറച്ചുകൂടി ഒതൻറ്റിക് ആയിരുന്നു. അപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻസ് ലിമിറ്റഡ് ആയതുകൊണ്ട് അതിന് ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്നൊക്കെ പെട്ടെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് മനസ്സിലാക്കി തിരുത്താൻ പറ്റും. ഇന്ന് അങ്ങനെയല്ല. ഇന്നൊരു ഹ്യൂജ് ഇൻഫ്ലക്സ് ഓഫ് ഇൻഫർമേഷനാണ് വരുന്നത്. ഓരോ സെക്കൻഡിലും ഹ്യൂജ് ഇൻഫ്ലക്സ് ഓഫ് വീഡിയോസ്. ഇപ്പോൾ ഞാൻ തന്നെ ഇടുന്ന വീഡിയോസ് ഹ്യൂജ് ഇൻഫ്ലക്സ് ആണ് വരുന്നത്. ഇതിൽ ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത, ഏതാണ് ഒതൻറ്റിക്, ഏതാണ് ജെനുവിൻ എന്ന് തരംതിരിക്കാൻ നമ്മൾ നോക്കുമ്പോൾ തന്നെ അപ്പം തന്നെ വീണ്ടും വേറെ ഇൻഫ്ലക്സ് ഓഫ് ഇൻഫർമേഷൻ വരികയാണ്. അപ്പോൾ ആ ഒരു ഡിഫറൻഷിയേഷന്, ആ ഒരു വിശേഷ ബുദ്ധിക്ക് അവിടെ ഉപയോഗിക്കാനുള്ള ഒരു സമയം, നല്ലത് ചീത്ത, ഏതാണ് ജെനുവിൻ, ഏതാണ് സത്യം, ഏതാണ് അസത്യം എന്നത് ജെനുവിനായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മളിതൊക്കെ ഇങ്ങനെ വായിച്ച് കൺസ്യൂം ചെയ്യുകയാണ്. നമുക്കെല്ലാം പെട്ടെന്ന് അഡ്വർടൈസ്മെൻറ്റ്സിലൂടെയും പിന്നെ ഈ കോർപ്പറേറ്റ് കൾച്ചറിലൂടെയൊക്കെ നമുക്ക് പെട്ടെന്ന് എല്ലാം ഇങ്ങനെ കൺസ്യൂമറിസ്റ്റ് കോർപ്പറേറ്റ് കൾച്ചറിലൂടെ നമുക്കിതിങ്ങനെ എപ്പോഴും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ കൺസ്യൂമർ ഇൻഫൻറ്റലൈസേഷൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ ഫെയർനെസ് ക്രീമിൻ്റെ ഒരു റൈസ് എന്ന് പറയുന്നത്. ഈ വെളുപ്പാണ് വലുത് എന്ന് പറഞ്ഞിട്ട് ഈ ബോളിവുഡ് സിനിമകളിലും ഒക്കെ പ്രധാനപ്പെട്ട് ഹിന്ദി സിനിമകളിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രവണതയാണ് ഈ ഒരു വൈറ്റ് കളറിസം, അതായത് കളർ കുറഞ്ഞിട്ടുള്ള ആൾക്കാരോടുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അത് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ബോളിവുഡിലാണ്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാരെന്ന് പറയുന്ന പൊതുവെ വീറ്റിഷ് കളറാണ്. ആ വീറ്റിഷ് കളർ സ്കിൻ കളർ ഉള്ളത് കൊണ്ടാണ് സ്കിൻ ക്യാൻസറും ഇമ്മ്യൂണിറ്റിയൊക്കെ കൂടുതൽ ഇന്ത്യക്കാർക്കുള്ളത് ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ. യൂറോപ്പിൽ വെളിച്ചതൊക്കെ കുറവുള്ളതുകൊണ്ട് ഇപ്പോൾ സ്വീഡനിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീരെ സൺലൈറ്റ് ഇല്ലാത്തൊരു സ്ഥലമാണ്, വളരെ റെയറായിട്ട് മാത്രം സൂര്യനെ കാണുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ജീവിക്കുമ്പോൾ ഈ ഇത്ര കളർ സ്കിന്ന് കുറച്ചും കൂടി ലൈറ്റായിരിക്കും. കാരണം ആ ഒരു മെലാനിൻ്റെ ആ ഒരു കവറിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ആ ബീറ്റിഷ് കളർ നാച്ചുറലി വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പിന്നെ ഫെയർനെസ് ക്രീം ഒരു വെളുപ്പാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ബോളിവുഡ് ഹിന്ദി സിനിമ അത് മുന്നോട്ട് വെക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി പിന്നെ ഫെയർ ആൻഡ് ലവ്ലി പോലത്തെ ബ്രാൻഡ്സ് വെളുപ്പാണ് ഭംഗി എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊമോട്ട് ചെയ്യിപ്പിക്കുകയാണ്. ഈ നമ്മളിപ്പോൾ ഈ ഫെയർനെസ് ക്രീംസിനെ നമ്മൾ ഈ യൂറോപ്പിലും US-ലൊക്കെ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഒന്നാമത് അവർ കളർ അങ്ങനെ ആയതുകൊണ്ട്. ഇനി അവിടെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാലും അവിടെ അത്ര ടോക്സിക് ആവുന്നില്ല, കാരണം അവിടെ എല്ലാവരും പിന്നെ ബേസിക്കലി ഫെയർ ആയതുകൊണ്ട്. പക്ഷേ ഇത് ഇന്ത്യയിലും ആഫ്രിക്കയിലൊക്കെ കൊണ്ട് ഇത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അത് ടോക്സിക്കായി മാറുന്നത് നമ്മളെ നാച്ചുറലായിട്ടുള്ള ആ ഒരു ക്യാരക്ടറിനെ നമ്മൾ വെറുക്കുകയും അത് ബാക്കിയുള്ളവരിൽ അടിച്ചേൽപ്പിക്കപ്പെടുകയും നമ്മൾ അൺഅറ്റൈനബിൾ ബ്യൂട്ടി കൺസെപ്ഷൻസ്, ആ ഒരു അൺഅറ്റൈനബിൾ ബ്യൂട്ടി കൺസെപ്റ്റിലോട്ട്, അത് ഒരിക്കലും ഉണ്ടാവാത്ത, ഒരിക്കലും നടക്കാത്ത ഒരു ഭംഗിയുടെ ഒരു സങ്കല്പത്തിലോട്ട് നമ്മളെ തന്നെ വെക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഇൻകോഹറൻസും കോൺട്രാഡിക്ഷനും സെൽഫ് ഹെയ്റ്റൊക്കെ ഉണ്ടാവുകയാണ് അവിടെ. അപ്പോൾ ഇത് ഒരു കൺസ്യൂമർ ഇൻഫൻറ്റലൈസേഷൻ ഒരു ഭാഗമാണത്. ഓക്കെ, അപ്പോൾ ഇതൊരു കാരണമാണ്. അപ്പോൾ ഈ ഹ്യൂജ് ഇൻഫ്ലക്സ് ഓഫ്, അപ്പോൾ നമ്മൾ
ഈ വെളുപ്പ് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ഈ എന്താണ് കളറ്, എന്താണ് ഇതിന് കാരണം എന്നൊന്നും തപ്പാനുള്ള സമയം നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മളെ ചിന്തിക്കാനുള്ള ഒരു എഫേർട്ട് കൂടി നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലോട്ട് കൺസ്യൂമേഴ്സിനെ, ഉപഭോക്താക്കളെ നമ്മൾ കുട്ടികളാക്കി മാറ്റണം ഈ കോർപ്പറേറ്റ്സൊക്കെ. ഇതാണ് ഒന്നാമത്തെ കാരണം ബെഞ്ചമിൻ കെയ്ൻ മുന്നോട്ട് വെക്കുന്നത്. രണ്ടാമത്തെ കാരണം സോഷ്യൽ മീഡിയ സിലോസ്. നമ്മളെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം അതൊരു സിലോസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഉദാഹരണത്തിന് നമ്മൾ യൂട്യൂബിലുള്ള അൽഗോറിതം, നമ്മൾ ഒരു ടൈപ്പ് വീഡിയോകൾ കാണുമ്പോൾ ആ വീഡിയോൻ്റെ ബേസിക് കീവേഡ്സ് മാത്രം വെച്ചിട്ടാണ് പിന്നീട് നമുക്ക് യൂട്യൂബിൽ സജഷൻസ് വരിക. അപ്പോൾ നമ്മൾ അത് മാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മാത്രം കണ്ട് നമ്മളാ ഒരു സോൺ, നമ്മളാ ഒരു മൈൻഡ് സോൺ എന്ന് പറയുന്ന സാധനം അതിലോട്ട് ഒതുങ്ങി പോവുകയാണ്. അതിനെക്കാട്ടിലും അതിന് പുറത്തൊരു ലോകമുണ്ട്, അതിന് പുറത്തും വേറെ ഡൈവേഴ്സ് ഒപ്പീനിയൻസ് ഉണ്ട്, ബ്രോഡായിട്ടുള്ളൊരു എക്സ്പീരിയൻസ്ഡ് വേൾഡ് ഉണ്ട് എന്ന് നമ്മൾ നോക്കുന്നില്ല, എന്ന് നമ്മൾ വായിക്കുന്നില്ല. സോഷ്യൽ മീഡിയൻ്റെ ആ ഒരു അൽഗോരിതത്തിലും ആ ഒരു സിലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോം, ആ ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നമ്മൾ ഒതുങ്ങിപ്പോവാണ്. ഈ ഒതുങ്ങിപ്പോവൽ കൊണ്ടാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇസ്ലാമിസ്റ്റ് വീഡിയോസ് കാണുന്ന ആൾക്കാർ ആ ഒരു വീഡിയോസ് മാത്രം കാണുന്നു, വേറൊരു വീഡിയോയും കാണുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ആ ഒരു ഇൻഡോക്ട്രിനേഷൻ മാത്രം അവിടെ നടക്കുന്നുള്ളൂ, വേറെ രീതിയിൽ ചിന്തിക്കുന്നില്ല, വേറെ രീതിയിൽ കേൾക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ വോക്കിസിൻ്റെ കാര്യത്തിലാണെങ്കിൽ വരെ അവർ ഇസ്ലാമിൻ്റെ അവസ്ഥ കാണുമ്പോൾ അവർ ഇസ്ലാമിൻ്റെ ഒരു വിക്ടം കാർഡ് കളിക്കുന്ന ആ ഒരു വശം മാത്രം കാണുകയും അത് മാത്രം കേൾക്കുകയും ചെയ്യുന്നുള്ളൂ. ഇസ്ലാമിൻ്റെ ക്രിറ്റിസിസംസ് അത് വാലിഡാണ് അല്ല എന്നും കൂടി നോക്കുന്നില്ല. അതിൻ്റെ നുവൻസസ് എന്താണ്, എന്തുകൊണ്ടാണ് ക്രിറ്റിസൈസ് ചെയ്യപ്പെടുന്നത്, ഇസ്ലാമിൻ്റെ യഥാർത്ഥ ഖുർആൻ ഹദീസ് എന്താണെന്ന് പറയുന്നത് കാണുന്നില്ല, കേൾക്കുന്നില്ല, വായിക്കുന്നില്ല, അതെടുത്ത് വായിക്കുന്നില്ല. ഖുർആനും ഹദീസും ഈ പറയുന്ന ചാനലുകൾ മാത്രം കണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഇത് യൂട്യൂബിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. ഇത് ഈ അൽഗോരിതം ഫേസ്ബുക്കും വാട്സപ്പൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അത് വെച്ചിട്ട് തന്നെയാണ്. അങ്ങനെ നമ്മൾ തപ്പുന്ന സാധനങ്ങൾ, നമ്മൾ സെർച്ച് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള സെർച്ച് ഹിസ്റ്ററി പ്രൈവറ്റ് കമ്പനീസിന് വിറ്റുകൊണ്ട് നമ്മുടെ മൈൻഡ് ഇമാജിനേഷൻ, നമുക്കുള്ള ഇമാജിനേഷൻസും നമ്മുടെ തോട്ട്സും വേൾഡ് വ്യൂസൊക്കെ വെച്ചിട്ട് പ്രൊഡക്ട്സ് ആ രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത് അവർ പൈസ ഉണ്ടാക്കുകയൊന്നും ചെയ്യുന്നുണ്ട് നമ്മളെ പ്രൈവസി ഇട്ടിട്ട്. അപ്പോൾ അതൊരു ബേസിക് ഒരു മേജർ ഒരു കൺസ്യൂമർ, ഒരു മാർക്കറ്റ് അജണ്ടയാണ് വെറുതെ കോർപ്പറേറ്റിൻ്റെ. അപ്പോൾ ഇതും രണ്ടാമത്തെ കാരണം ഇതാണ്, സോഷ്യൽ മീഡിയ സിലോസ്. മൂന്നാമത്തെ കാരണമാണ് ടോക്സിക് ഫെമിനിറ്റി. കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന, ഇന്ത്യ പോലത്തെ കൺസർവേറ്റീവ് രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന, പണ്ട് കാലത്ത് വെസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുകയും ഇപ്പോൾ അതിനെതിരെ ഒക്കെ ലിബറൽ സൊസൈറ്റിയായി മാറി വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കൺസർവേറ്റീവ് സൊസൈറ്റിയിലും കൺസർവേറ്റീവ് റിലീജിയസ് സൊസൈറ്റീനെ ക്യാരക്ടറൈസ് ചെയ്യുന്നത് ടോക്സിക് മാസ്കുലിറ്റി വെച്ചിട്ടാണ്. അതായത് എല്ലാ മതങ്ങളും, ഇന്നുള്ള എല്ലാ ഓർഗനൈസ് മതങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് പുരുഷന്മാരാണ്. പുരുഷന്മാർക്ക് വേണ്ടി പുരുഷന്മാർക്കാൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മതങ്ങളാണ് ഇസ്ലാമൊക്കെ. അപ്പോൾ ആ രീതിയിൽ ഉള്ള സമുദായം ആകുമ്പോൾ, ആ റിലീജിയസ്ലി കൺസർവേറ്റീവ് ആയിട്ടുള്ള സമുദായം ആകുമ്പോൾ, ആ ഒരു റിലീജിയൻ്റെ അടിസ്ഥാനത്തിലുള്ള കൺസർവേറ്റീവ് യാഥാസ്ഥിതിക സമുദായം ആകുമ്പോൾ അതിൽ കുറേ ഒരു പുരുഷാധിപത്യം, പാട്രിയാർക്കി ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നുണ്ടായി വരുന്ന ടോക്സിക് മാസ്കുലിനിറ്റിയെ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെതിരെയാണ് ഫെമിനിസം എന്നുള്ള മൂവ്മെൻറ്റ് ഉണ്ടായി വരുന്നത്, അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടായി വരുന്നത്. അപ്പോൾ ടോക്സിക് മാസ്കുലിനിറ്റി നമ്മളിപ്പോൾ റിയലൈസ് ചെയ്തു ഫെമിനിസം കാരണം. നമ്മൾ ഈക്വൽ റൈറ്റ്സ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റിയൊക്കെ നമ്മൾ സ്വാതന്ത്ര്യ, സമത്വ, സാഹോദര്യമൊക്കെ നമ്മൾ മുന്നോട്ട് വെച്ചു. സ്ത്രീകൾ ബുദ്ധിപരമായി പുരുഷന്മാരെക്കാട്ടിലും ഒരിറ്റ് പിന്നോട്ടല്ല, പല രീതിയിലും ബുദ്ധിപരമായി ഒരു മുന്നോട്ടാണെന്ന് സ്ത്രീകൾ തെളിയിച്ചു കഴിഞ്ഞു. നോബൽ പ്രൈസ്, മാരി ക്യൂരീൻ്റെ കഥകൾ, അങ്ങനെ പലതും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ ടോക്സിക് മാസ്കുലിറ്റി എന്താണെന്ന് യഥാർത്ഥത്തിൽ ഡിഫൈൻ ചെയ്യപ്പെട്ടു. പക്ഷേ ഇവിടെ ഡിഫൈൻ ചെയ്യാതെ പോലെ വേറൊരു സാധനം കൂടി ഉണ്ടായി വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ. അതിൻ്റെ പേരാണ് ടോക്സിക് ഫെമിനിറ്റി. അതായത് ഇപ്പോൾ അത് ഇന്ത്യയിലോട്ട് വല്ലാണ്ട് വന്നിട്ടില്ല. കാരണം ഇന്ത്യ എപ്പോഴും ഒരു റിലീജിയസ്ലി കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു റിലീജിയസ് സൊസൈറ്റി ആയതുകൊണ്ട്, ഒരു കൺസർവേറ്റീവ് സൊസൈറ്റി ആയതുകൊണ്ട് അവിടെ ഇപ്പോഴും ആ ഒരു ടോക്സിക് ഫെമിനിറ്റി അത്ര എവിഡൻ്റ് അല്ല, അത്ര എക്സ്പ്ലിസിറ്റ് അല്ല. പക്ഷേ യൂറോപ്പിലും US-ലും ഇപ്പോൾ പ്രധാനമായിട്ട് യൂറോപ്പിലിപ്പോൾ
യു എസിൽ ഇപ്പോൾ നമ്മളെ ട്രംപ് കയറിയത് കൊണ്ട് ടോക്സിക് ഫെമിനിറ്റിക്ക് എത്ര പോലും പോകാൻ പറ്റുമെന്നും പറയാൻ പറ്റില്ല. പക്ഷേ ബിഡൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ വളരെയധികം ടോക്സിക് ഫെമിനിറ്റി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വോക്കിസം ഇത്ര വലിയൊരു പ്രശ്നമായി മാറിയത്. അതുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ, സാധാ ജനങ്ങൾക്ക് ബിഡനെ വെറുത്തതും ട്രംപിനെ പോലത്തെ ഒരു സ്വച്ഛാധിപത്യക്ക് വോട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നത്. പലർക്കും ട്രംപ് സ്വച്ഛാധിപത്യമെന്ന് അറിയാം. ബിഡൻ ഐദർ ഇറ്റ് ഈസ് ദി ഇനാഡ്വക്കേറ്റ് ബിഡൻ ഓർ ദി എക്സ്ട്രീം ട്രംപ് എന്നുള്ളതാണ്. അതായത് ഒരു ഭാഗത്ത് ഒന്നിനും കൊള്ളാത്ത ഒരാൾ, മറുഭാഗത്ത് വില്ലനായിട്ടുള്ള കുറച്ച് നന്മയുള്ള ഒരാളും. അപ്പോൾ ഒബ്വിയസ്ലി മറ്റേ ആൾക്കല്ലേ നമ്മൾ വോട്ട് ചെയ്യുള്ളൂ, അല്ലേ? അതാണ് പിന്നെ നമ്മുടെ യു എസിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ അവർ വേറെ ചോയ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അമേരിക്കക്കാർക്ക്. അതുകൊണ്ടാണ് ട്രംപിന് വോട്ട് ചെയ്തത്, അല്ലാതെ വേറെ ഒന്നുമല്ല. എനിവേസ്, പിന്നെ ആ ട്രംപിൻ്റെ അപ്പോൾ അതാണ് യു എസിൽ നടന്നിട്ടുള്ളത്. യൂറോപ്പിൽ ഇപ്പോൾ ടോക്സിക് ഫെമിനിറ്റി വല്ലാണ്ടുണ്ട്, നല്ലോണം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫെമിനിസം ഉണ്ടായി വന്നതിന് ശേഷം, സ്ത്രീകളും പുരുഷന്മാർക്കും കുറേ റൈറ്റ്സ് ഉണ്ടായി വന്നതിന് ശേഷം ഫെമിനിസം ഒരു റാഡിക്കൽ ഫെമിനിസം എന്നുള്ളൊരു ആംഗിളിലോട്ടൊക്കെ പോയി. അങ്ങനത്തെ കുറേ റാഡിക്കൽ ഫെമിനിസം, അതായത് പുരുഷന്മാരെക്കാട്ടിലും വലുതാണ് സ്ത്രീകൾ, എല്ലാ രീതിയിലും പുരുഷന്മാരെക്കാട്ടിലും വലുതാണ് സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ ഒരു പ്രശ്നമാണ്. പുരുഷന്മാർ പണ്ട് എല്ലാ രീതിയിലും പുരുഷന്മാരാണ് സ്ത്രീകളെക്കാളും വലുത് എന്ന് പറഞ്ഞു വെക്കുന്ന അതേപോലെ തന്നെ ടോക്സിക് ആവുകയാണ് ഫെമിനിസം. അവിടെ സ്ത്രീകളാണ് പുരുഷന്മാരെക്കാളും എല്ലാ രീതിയിലും നല്ലത് എന്ന് പറയുമ്പോൾ അത് ടോക്സിക് ഫെമിനിറ്റി ആയി മാറുകയാണ്. അമിതമായ അമൃതം വിഷം എന്ന് പറയില്ലേ, അതാണ് പ്രശ്നം. അപ്പോൾ ഇതാണ് ഇപ്പോൾ യു എസിൽ നടന്നത്, യൂറോപ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലത്തും മാറ്റങ്ങൾ വരുന്നുണ്ട് യൂറോപ്പിൽ, പക്ഷേ ഇപ്പോഴും പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും ഉണ്ട് ഇത്. അപ്പോൾ അതാണ് ടോക്സിക് ഫെമിനിറ്റി എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഫെമിനിസം ഇറ്റ്സ് ദി നെസസിറ്റി ഓഫ് ദി അവർ, നെസസിറ്റി ഓഫ് ദി സൊസൈറ്റി. ഫെമിനിസം ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്, അത് വേണ്ടതാണ്, നിർബന്ധമാണ്. പക്ഷേ ടോക്സിക് ഫെമിനിറ്റി, അതായത് റാഡിക്കൽ ഫെമിനിസത്തിൻ്റെ ഭാഗങ്ങൾ, അത് പ്രശ്നം വെച്ചൊരു സാധനം, അപകടകരമായിട്ടുള്ള സാധനമാണ്. ഈ 3 സാധനങ്ങളാണ്. അപ്പോൾ ഈ ടോക്സിക് ഫെമിനിറ്റിൻ്റെ വേറൊരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു അമ്മേനെ പോലെ എല്ലാത്തിനും ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യും. ഒരു അമ്മേൻ്റെ ഒരു പ്രശ്നം, ഒരു കുട്ടിക്ക് ജന്മം നൽകിയ ഒരു അമ്മേൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്നേഹം ഒക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ ആ കുട്ടിയെ ആ അമ്മ അൺകണ്ടീഷണലി സപ്പോർട്ട് ചെയ്യും, അൺകണ്ടീഷണലി സ്നേഹിക്കും. ആ കുട്ടീനെ സൈക്കോപാത്ത് ആണെങ്കിൽ വരെ ആ അമ്മ, അതായത് ഒരു സീരിയൽ കില്ലർ ആണെങ്കിൽ വരെ ആ അമ്മ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥകൾ നമ്മൾ പല സീരിയൽ കില്ലേഴ്സിൻ്റെയും കഥകളിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതിന് കാരണം ഈ ഒരു ടോക്സിക്, അതായത് ഈ ഒരു മദർ ചൈൽഡ്, ഈ ഒരു മെറ്റേണിറ്റി, അത് പ്രകൃതി മനുഷ്യന് കൊടുത്തിട്ടുള്ളൊരു കാര്യമാണ്. ആ അമ്മയ്ക്ക് ആ കുട്ടിനുള്ള സ്നേഹം തന്നെയാണ് മനുഷ്യകുലം മാൻകൈൻഡ് ഇത്രയധികം ഹ്യൂമൻ കൈൻഡ് അതായത് മനുഷ്യകുലം ഇത്രയധികം വികസിക്കാനുള്ള കാരണം. അപ്പോൾ ഈ ടോക്സിക് ഫെമിനിറ്റി ഈ ഒരു അൺകണ്ടീഷണൽ സപ്പോർട്ടിന് മക്കളിലുള്ള ഈ സാധനം, ഈ ഒരു മക്കളിനോട് കാണിക്കുന്ന അൺകണ്ടീഷണൽ സപ്പോർട്ടിൻ്റെ ഈ പ്രശ്നങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഇത് സൊസൈറ്റിയിൽ ഫെമിനിസ്റ്റുകൾ തന്നെ ഈ സൊസൈറ്റിയിൽ ഇത് മുന്നോട്ട് വെക്കുകയാണ്. അപ്പോൾ അതാണ് ടോക്സിക് ഫെമിനിറ്റിൻ്റെ വേറൊരു വശം. ഈ ഒരു അൺകണ്ടീഷണൽ സപ്പോർട്ടിൻ്റെ പ്രശ്നം കാരണം, ഈ ഒരു ടോക്സിക് ഫെമിനിറ്റിൻ്റെ ഒരു കാരണം കൊണ്ട് ഈ മുസ്ലിങ്ങളെ അൺകണ്ടീഷണലി സപ്പോർട്ട് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ട്. അതായത് മുസ്ലിങ്ങൾ കാലങ്ങളായിട്ട്, മുസ്ലിങ്ങളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാം എന്ന് പറയുന്നത് ഒരു അറബ് സുപ്രമസിസ്റ്റ് കൾട്ടാണ്. അപ്പോൾ ഒരു മുസ്ലിം സൈക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെർപ്പച്വൽ മുസ്ലിം സൈക്ക് എന്ന് പറയുന്നത്, ഇസ്ലാം എന്ന് പറയുന്നത് ഒരു സുപ്രീമിസ്റ്റ് ഐഡിയോളജിയാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരെല്ലായിടത്തും അടക്കി വാഴേണ്ട അള്ളാഹുവിൻ്റെ ജനതയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇസ്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാ രാജ്യങ്ങളിലും ഇസ്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്, ഞങ്ങളാണ് വലുത്, പക്ഷെ ഞങ്ങൾക്ക് വേണ്ട അധികാരം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുള്ള കാര്യങ്ങളാണ് ടെററിസമായിട്ട് നമ്മൾ പല സ്ഥലങ്ങളിലും കാണപ്പെടുന്നത്. അപ്പോൾ ഈ ടെററിസം, ഈ ഒരു തീവ്രവാദമായിട്ട് പല
മുസ്ലിം രാജ്യങ്ങളിൽ തന്നെ അതായത് മുസ്ലിം രാജ്യങ്ങളിൽ തന്നെ അത് മര്യാദയ്ക്ക് ഇസ്ലാം ഫോളോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് കാണിക്കുന്നത്. ആ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഈ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് കാരണം മുസ്ലിങ്ങൾ ജീവിക്കുന്ന മായാലോകത്ത് അവരെപ്പോഴും പെർപ്പച്വലായിട്ട് അവർ ഇൻഫീരിയർ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. കാരണം അവരെപ്പോഴും കൺക്വയറേഴ്സാണ് അവരുടെ ലോകത്ത്. അപ്പോൾ അവരെവിടെ പോയി കഴിഞ്ഞാലും അവർക്ക് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവും. അപ്പോൾ അവർ ആ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും സുപ്പീരിയോറിറ്റി കോംപ്ലക്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ ആ ഒരു സുപ്പീരിയർ സ്റ്റാറ്റസിലോട്ട് എത്താൻ വേണ്ടി അവർ പ്രയത്നിച്ചുകൊണ്ടിരിക്കും. ഇസ്ലാമിക രാജ്യം അവിടെ കൊണ്ടുവരാൻ വേണ്ടി അവർ പ്രയത്നിച്ചുകൊണ്ടിരിക്കും. ഇസ്ലാം അവിടെ വലുതാക്കാൻ വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കും. ഒരു പെർപ്പച്വൽ ഇൻഫീരിയർ സിറ്റുവേഷൻ അവർക്ക് എപ്പോഴും ഉണ്ടാവും. അത് കാരണം അവരുടെ ഉള്ളിലുള്ള പെർപ്പച്വൽ കൺക്വയറിങ് മൈൻഡ് സെറ്റാണ്. അത് ഒരു ഇസ്ലാം മതത്തിൻ്റെ സ്വഭാവമാണ്. അത് മുസ്ലിം സൈക്കിള് ഇസ്ലാം മതം സ്വീകരിക്കുന്നതുകൊണ്ട് വരുന്ന, ഇസ്ലാം മതത്തിൽ ജനിച്ചുകൊണ്ട് വരുന്ന സാധനമാണ്. ആ ഇസ്ലാം എന്നുള്ള ടാഗ് മുസ്ലിമിൻ്റെ തലയിൽ നിന്ന് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ, ആ ഇസ്ലാമിൻ്റെ ഇൻഡോക്ട്രിനേഷൻ മുസ്ലിമിൻ്റെ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, ആ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, അത് ആ ഒരു പെർപ്പച്വൽ കൺക്വയർ മൈൻഡ് സെറ്റ് അത് ഇല്ലാണ്ടാവും. അപ്പോൾ അവർ പീസ്ഫുള്ളാവും. പക്ഷേ ഈ ഒരു കേസിൽ ഇത് ഈ ഇസ്ലാം അവരുടെ ഉള്ളിലുള്ളിടത്തോളം കാലം അവരെപ്പോഴും ഭീകരവാദ പ്രവർത്തനങ്ങളിലും തീവ്രവാദികളായിരിക്കും. ഭീകരവാദ പ്രവർത്തനങ്ങളിൽ വേണ്ടി അവർ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ അതാണ്. അപ്പോൾ എന്നിട്ട് അപ്പോൾ ഈ ഒരു സുപ്പീരിയർ സ്റ്റാറ്റസിലോട്ട് അവരെത്താൻ വേണ്ടി അവർ ഏത് മാർഗ്ഗം അവർ സ്വീകരിക്കുക, അത് ഖുർആനിൽ അതിലും പറഞ്ഞിട്ടുള്ളത് ഏത് മാർഗ്ഗം സ്വീകരിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു സുപ്പീരിയർ സ്റ്റാറ്റസിലെത്താൻ വേണ്ടി അവരിപ്പോൾ എക്സ്പെർട്ടൈസ് അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള മോഡറേറ്റ് മുസ്ലിംസും ലിബറൽ മുസ്ലിംസും അവരേറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ വിക്ടം കാർഡ്, അതായത് വിക്ടംഹുഡ് പ്രിട്ടൻഷൻ, അതായത് വിക്ടം കാർഡ് പ്ലേയിങ്, അതായത് ഇരവാദ കരച്ചിൽ. അപ്പോൾ ഈ ഇരവാദ കരച്ചിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് മുസ്ലിങ്ങളാണ്. അപ്പോൾ ഈ ഇരവാദ കരച്ചിൽ മുഴക്കുന്നത് കൊണ്ട് ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ, ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിൻ്റെ ഒപ്പം കൂടിയിട്ട് PFIയും SDPIയും നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനങ്ങളും സുന്നി പ്രസ്ഥാനങ്ങളെ ചിലരും ഒക്കെ ഈ ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇരവാദ കരച്ചിൽ. ഈ സോ കോൾഡ് മോഡേണിസ്റ്റ് മുസ്ലിംസ് അതായത് മോഡേൺ മുസ്ലിംസ് എന്ന് പറയുന്ന ലിബറൽ മോഡറേറ്റ് മുസ്ലിംസായി പറയപ്പെടുന്ന ജമാഅത്ത് ഇസ്ലാമിൻ്റെ ഒപ്പം കൂടിയുള്ള കുറേ ആൾക്കാർ, ഇതിൻ്റെ മെയിൻ ആൾക്കാർ ജമാഅത്ത് ഇസ്ലാമിക്കാരാണ്. അതിൻ്റെ ഒപ്പം വേറെ പലരും കൂടിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞ സംഘടനകളൊക്കെ. അപ്പോൾ ഇവർ ഈ ഒരു പെർപ്പച്വൽ കൺകറിങ് മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ട് ഇവർ അതിലെത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ മോഡറേറ്റ് ലിബറൽ മുസ്ലിംസ് ആണ്, ഇസ്ലാം അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് ഇവരുടെ സ്ത്രീകളെ മുന്നോട്ട് വെച്ചിട്ട് ഇവരുടെ ഉള്ളിലുള്ള സ്ത്രീകളെ കൊണ്ട് ഇരവാദ കരച്ചിൽ മുഴക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. ഇതാണ് യൂറോപ്പിലും വെസ്റ്റിലും ഇന്ത്യയിലൊക്കെ കേരളത്തിലൊക്കെ കണ്ടുവരുന്നത്. അപ്പോൾ ഈ ഇരവാദ കരച്ചിൽ കേൾക്കുമ്പോൾ വോക്കിസ്റ്റുകളുടെ ഉള്ളിലുള്ള ടോക്സിക് ഫെമിനിസ്റ്റുകളുടെ ഉള്ളിലുള്ള വോക്കിസ്റ്റുകളുടെ ഉള്ളിലുള്ള ടോക്സിക് ഫെമിനിറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ആ ഒരു മെറ്റേണിറ്റി ഐഡിയ, ആ ഒരു മെറ്റേണിറ്റീൻ്റെ ആ ഒരു ക്യാരക്ടർ അവിടെ വരികയാണ്. അപ്പോൾ എന്നിട്ട് മക്കളെ പോലെ കരുതിയിട്ട് ഇവർ ചെയ്യുന്ന ചെറ്റത്തരങ്ങളും ഇവരുടെ ആ വിശ്വാസത്തിൻ്റെ പ്രശ്നങ്ങളും ഇവർ ചെയ്യുന്ന ടെററിസ്റ്റ് ആക്ടിവിറ്റീസും എക്സ്ട്രീമിസ്റ്റ് ആക്ടിവിറ്റീസും ഇവരുടെ മതത്തിൻ്റെ പ്രശ്നങ്ങളും ഇവരുടെ ബേസിക് പ്രശ്നങ്ങൾ എന്താണെന്ന് അഡ്രസ്സ് ചെയ്യാതെ ഇവരുടെ കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് ഇവർക്ക് വേണ്ട എല്ലാതും ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ ഇവരുടെ കരച്ചിൽ നല്ലതാണോ ഫേക്കാണോ ഒറിജിനലാണോ നോക്കുന്നില്ല. ഇവരുടെ കരച്ചിൽ ഇവരെന്താണ് ചെയ്യുന്നത് നോക്കുന്നില്ല. ഇവരുടെ ആ ഒരു ഇഷ്യൂവിൻ്റെ ന്യൂവൻസസ് എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. ഇസ്ലാമിക് ടെററിസത്തിൻ്റെ അത് ഇസ്ലാം എന്നുള്ള ആ ഒരു മതത്തിൻ്റെ പ്രശ്നമാണ്, ഖുർആൻ്റെ ഹദീസിൻ്റെയും പ്രശ്നമാണ്, അത് ഫോളോ ചെയ്യുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അതെടുത്ത് കളയണം, അതാണ് എടുത്ത് കളയേണ്ടത്, അല്ലാണ്ട് ഇവർ പറയുന്നതൊക്കെ അപ്പടി കേൾക്കലല്ല വേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളെ ക്യാൻസൽ ചെയ്യുന്ന ഒരവസ്ഥ. ഇതാണ് ശരിക്കും
ടോക്സിക് ഫെമിനിറ്റി, വോക്കിസത്തിൻ്റെ ഈ ഒരു 3 കാര്യങ്ങളിൽ നിന്നുണ്ടായി വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഇതാണ് യൂറോപ്പിലും വെസ്റ്റിലും വേറെ പല ലോകത്തിലെ പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. വെസ്റ്റിലും യൂറോപ്പിലൊക്കെ മെയിൻ പ്രശ്നം അതാണ്. അതുകൊണ്ടാണ് ആയാൻ ഇർസി അലി പറഞ്ഞത്, പിന്നെ അത് ഇസ്ലാമാണ് വിഷമെന്ന് പറഞ്ഞ് വന്ന ആയാൻ ഇർസി അലി ഇസ്ലാമിന് വളം വെച്ച് കൊടുക്കുന്ന വേറൊരു വൈറസ് ഉണ്ട്, അതാണ് വോക്കിസം. അതിനെയും തകർക്കേണ്ടതുണ്ട്, അതും അപകടമാണ് എന്ന് ആയാൻ ഇർസി അലിയെ കൊണ്ട് പറയിപ്പിച്ചത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വോക്കിസം, നമ്മൾ വോക്കാവാതെ, നമ്മൾ വോക്കിസ്റ്റ് ആവാതെ, വോക്കെന്ന് ഞാൻ പറയുന്നില്ല, കാരണം വോക്ക് ക്യാൻ ബി എനി ടൈപ്പ്. ടോക്സിക് വോക്ക്, നമ്മൾ കാര്യങ്ങളെപ്പറ്റി ഉണർന്നിരിക്കുന്നത് പ്രശ്നങ്ങളുടെ കാര്യമൊന്നുമല്ല, പക്ഷേ ഇതിൽ ഈ ഉണർവ് ടോക്സിക് ആകുമ്പോഴുള്ള പ്രശ്നങ്ങൾ, ടോക്സിക് വോക്ക്നെസ് അഥവാ വോക്കിസം, വോക്സ്റ്റർ ആവുന്നതാണ് നമ്മൾ തടയേണ്ടത്. ഇതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് ഈ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ തന്നെ പറയേണ്ടതായിരുന്നു, ഈ അഗ്രഷൻസ് എന്ന് പറയുന്നത് മൈക്രോ ലെവലിൽ തന്നെ പ്രശ്നമാണെന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട് ഈ വോക്കിസം. അതായത് നമ്മളിപ്പോൾ ആൾക്കാരുടെ ഇടയിൽ കൂടി നടക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണിച്ചാലും ഒന്ന് നമുക്ക് സമയമില്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും സമയത്ത് വേറെ ഏതെങ്കിലും മാനസികാവസ്ഥയിൽ നടക്കുമ്പോൾ നമ്മളവിടുന്ന് മാറി നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സപ്പോസ് ഒരു എക്സാമ്പിളാണ്, അതായത് നമ്മളൊരു ക്യൂവിൽ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്യൂവിൽ നിൽക്കുമ്പോൾ നമ്മൾ മുന്നിലോട്ട് വേറൊരാൾ കയറി വരുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ക്യൂവിൽ കൗണ്ടറിൽ നിൽക്കുന്ന ഒരാളാണ്, മുന്നിലോട്ട് വേറൊരാൾ കയറി വരുന്നു. അപ്പം നമ്മൾ പറയാണ് ബാക്കിലോട്ട് പോയി നിൽക്കുക, ഇവിടെ കയറി വരാൻ പാടില്ല എന്ന് നമ്മൾ പറയുമ്പോൾ അയാൾ നമ്മൾ വൈറ്റാണ്, അല്ലെങ്കിൽ ഞാൻ മുസ്ലിമാണ്, മുസ്ലിങ്ങളെല്ലാവരും ഒരു വൈറ്റ്സിൻ്റെ ഒരു ക്യൂ ആണ്, ഒരു യൂറോപ്പിലുള്ള ഒരു ക്യൂ ആണ്, യൂറോപ്പിലൊരു ക്യൂ നടക്കുകയാണ്. ക്യൂ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ക്യൂവിൻ്റെ ഉള്ളിലോട്ട് ഒരാൾ കയറി വരികയാണ്. അപ്പോൾ ബാക്കിലുള്ള വൈറ്റ് പറയാണ് നിങ്ങൾ ബാക്കിലോട്ട് പോകണം, അത് ക്യൂ ആണെന്ന് പറയുമ്പോൾ ഈ ഇസ്ലാമിക സംസ്കാരത്തിൽ നിന്ന് ടോക്സിക് ക്യൂ ഒന്നും പാലിക്കാത്ത ഡിസിപ്ലിൻ ഇല്ലാത്ത ആൾക്കാർ പറയുകയാണ് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റൂല എന്ന് പറയുകയാണ്. എന്നിട്ട് അപ്പോൾ മോഡറേറ്റ് മുസ്ലിംസ്, ലിബറൽ മുസ്ലിംസ് ഇരവാദ കാഴ്ചയിലിറക്കും, നിങ്ങൾ മുസ്ലിം ആയതുകൊണ്ടാണ് ഞങ്ങളോട് ബാക്കിലോട്ട് പോയി നിൽക്കാൻ പറയുന്നത്, ഞങ്ങളോട് അപമര്യാദയായി പെരുമാറി. ഇവിടെ എല്ലാവരും ഫോളോ ചെയ്യുന്ന റൈറ്റ്സ്, എല്ലാവരും ഫോളോ ചെയ്യുന്ന ഡിസിപ്ലിൻ അയാളോട് ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. മറിച്ച് അയാൾ അവിടെ കിടന്നിട്ട് ഞാൻ മുസ്ലിം ആയതുകൊണ്ട് ഇയാൾ എന്നെ അവഹേളിച്ചു, ഇയാൾ എന്നോട് ഇങ്ങനെ കൈ മാറ്റി, ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കി എന്നൊക്കെ പറയുമ്പോൾ, അതായത് ഒരു രീതിയിൽ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ കൈകൊണ്ട് സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അതും പ്രശ്നകരമാണ്. ഹൗ ഡെയർ യു എന്നൊക്കെ ചോദിക്കുന്ന ഒരവസ്ഥ, അതാണ് ടോക്സിക് ഫെമിനിറ്റി, അതാണ് വോക്കിസത്തിൻ്റെ പ്രശ്നം, അതാണ് വോക്ക് വൈറസ്, അതാണ് വോക്സ്റ്റർ. ഓക്കെ, അപ്പോൾ ഇത് ഈ ഹൈപ്പർ ലിബറൽസ് ഏറ്റുപിടിക്കും. ഹൈപ്പർ ലിബറൽസും ഇൻ്റർസെക്ഷണൽ ഫെമിനിസ്റ്റുകളും ടോക്സിക് ഫെമിനിസ്റ്റുകളും ഇത് ഏറ്റുപിടിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇവരൊക്കെ പെടുന്ന, ഈ മോഡറേറ്റ് മുസ്ലിംസും ലിബറൽ മുസ്ലിംസും ഒക്കെ പെടുന്ന ഒരു കാറ്റഗറിയാണ് വോക്ക് എന്ന് പറയുന്ന ടോക്സിക് വോക്ക് എന്ന് പറയുന്ന കാറ്റഗറി, അഥവാ വോക്സ്റ്റർ എന്ന് പറയുന്ന കാറ്റഗറി. വോക്കിസത്തിൻ്റെ വക്താക്കളാണ് ഇവരൊക്കെ. ഇതാണ് വോക്കിസത്തിൻ്റെ ഒരു പ്രശ്നം. ഇതാണ് വോക്കിസത്തിൻ്റെ ഏറ്റവും ബേസിക് അർത്ഥത്തിലുള്ള ഉദാഹരണത്തിലുള്ള എക്സാമ്പിളാണ് ഇത്. ഇനി ടോക്സിക് ഈ ഒരു വോക്കിസം, നമ്മൾ ഒരു സ്ത്രീകളെ അടിച്ചമർത്താൻ പാടില്ല, LGBT അടിച്ചമർത്താൻ പാടില്ല, എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് വേണം. അത് എല്ലാവരും ആ രീതിയിൽ നമ്മൾ നോക്കിക്കാണാം എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും അവകാശങ്ങളുണ്ട്. അതിന് വൈറ്റ് ആയിക്കോട്ടെ, പുരുഷനായിക്കോട്ടെ, സ്ത്രീ ആയിക്കോട്ടെ, എല്ലാവർക്കും അവരവരുടെ അവകാശങ്ങളുണ്ട്. എല്ലാവരുടെയും നമ്മൾ കണക്കിലെടുക്കണം. അല്ലാണ്ട് ഇവിടെ സ്പെഷ്യൽ പ്രിവിലേജ് ബ്ലാക്സിന് മാത്രമേ പറ്റുള്ളൂ, സ്പെഷ്യൽ പ്രിവിലേജ് LGBTക്ക് മാത്രം വേണം, എന്നിട്ട് ബാക്കിയുള്ളവരുടെ റൈറ്റ്സിലോട്ട് കൈ കടത്തുക. ഇപ്പോൾ LGBT ഒരു കേസിൽ, ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ആ കേസിൽ നമ്മുടെ ഇവിടെ നടന്നിട്ടുള്ളത്, നമ്മുടെ അത്ലറ്റിക്സിൽ നടന്നിട്ടുള്ള കാര്യം, അതായത് സ്ത്രീകളുടെ ഒരു മത്സരത്തിൽ പുരുഷന്മാർ കയറിയിട്ട് മത്സരിക്കുക, എന്നിട്ട് ഞാൻ സ്ത്രീയായി കുറേ കാലം കഴിഞ്ഞിട്ട് സ്ത്രീയായിട്ട് മാറി അവിടെ എനിക്ക് മത്സരിക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. ബിക്കോസ്
ദാറ്റ് പേഴ്സൺ ഈസ് ബയോളജിക്കലി മെയിൽ ആയതുകൊണ്ട് തന്നെ അവർക്ക് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇത് റെനെ റിച്ചാർഡ്സ് എന്ന് പറയുന്ന ഒരു ടെന്നീസ് പ്ലെയർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ പിന്നീട് പുള്ളിക്കാരിയായി. അപ്പോൾ പുള്ളിക്കാരി എന്ന് ഞാൻ പറയുകയാണ്. ഇനി ഇതും വോക്കിസ്റ്റുകൾ അവൻ പുള്ളിക്കാരൻ എന്ന് വിളിച്ചു എന്ന് പറയും. അതൊക്കെയാണ് ഇതിലെ പ്രശ്നം. ഞാൻ അവിടെ ഉദ്ദേശിക്കുന്ന ആദ്യം പുള്ളിക്കാരനായിരുന്നു, പിന്നെ പുള്ളിക്കാരിയായി എന്നുള്ളതാണ് ഉദ്ദേശം. പുള്ളിക്കാരി. അപ്പോൾ എന്നിട്ട് പുള്ളിക്കാരൻ കുറേ കാലം ടെന്നീസ് ചാമ്പ്യനായി നടന്നു. അതിനുശേഷം കുറേ വയസ്സായി 50 വയസ്സ് 45 വയസ്സായപ്പോൾ സ്ത്രീയായിട്ട് ട്രാൻസാണെന്ന് പറഞ്ഞിട്ട് സ്ത്രീയായിട്ട് മാറി സ്ത്രീകളൊപ്പം മത്സരിച്ച് പിന്നെയും സ്ത്രീകളൊപ്പം ചാമ്പ്യൻ, പിന്നെ സ്ത്രീകളുടെ കാറ്റഗറിയിലും ചാമ്പ്യനായി കുറേ കാലങ്ങൾക്ക്. എന്നിട്ട് മരണക്കിടക്കലായിരുന്ന സമയത്ത്, അത് വയ്യാണ്ടായ സമയത്ത് പുള്ളിക്കാരി പറഞ്ഞത്, ഞാൻ പുരുഷന്മാർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ബയോളജിക്കൽ മെയിൽസ് പിന്നെ ട്രാൻസ് ആയി കഴിഞ്ഞാലും മാറിക്കഴിഞ്ഞാൽ അവർക്ക് ഫിസിക്കൽ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതൊരു ബയോളജിക്കൽ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ വൈൻ്റെ അഡ്വാൻറ്റേജ്, ടെസ്റ്റോസ്റ്ററോണിൻ്റെ അഡ്വാൻസ് ആ രീതിയിൽ പുരുഷനായി വളർന്നതുകൊണ്ട് ആ ടെസ്റ്റോസ്റ്ററോൺ ഇൻഫ്ലുവൻസ് കൊണ്ട് ആ മസ്കുലർ സ്ട്രക്ചറും ആ ഒരു സ്കെലറ്റൽ സ്ട്രക്ചറൊക്കെ ഉള്ളതുകൊണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ പുരുഷന്മാർ ബയോളജിക്കൽ മെയിൽസ് ഒരിക്കലും സ്ത്രീകളായിട്ട് മത്സരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് XY ക്രോമസോം ഉള്ളവർ XX ആയിട്ട് മത്സരിക്കാൻ പാടില്ല, അവരെ സർട്ടൻ അഡ്വാൻറ്റേജ് ഉണ്ടാവും എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, പിന്നെ നിങ്ങളെന്ത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളെ ഇഷ്ടമാണ്. പക്ഷേ ബയോളജിക്കലി ആ ഒരു XXXY, ഇനി ബയോളജിക്കൽ മെയിൽ ഫീമെയിൽ നമ്മൾ പറയേണ്ട XXXY ആ ക്രോമസോംസിൻ്റെ ആ ഒരു നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ വേറെ വീട്ടിൽ സംസാരിക്കാനുള്ളതാണ്. ഇത് പറഞ്ഞു പോയപ്പോൾ അങ്ങനെ പറഞ്ഞതാണ്. വേറെ രീതിയിൽ ഇൻഡെപ്തായിട്ട് സംസാരിക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെയാണ് ഇതിലെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇവരൊക്കെ എന്നിട്ട് അപ്പോൾ ഇസ്ലാമിൻ്റെ കേസ് ഇതിലോട്ട് വരുമ്പോൾ ഇതിനൊക്കെ ഈ രീതിയിൽ കണക്കാക്കണം. ഇവരൊക്കെ എന്നിട്ട് ഈ ക്യൂവിൽ നിന്ന ആളെ ഇസ്ലാം പറഞ്ഞിട്ട് ഇരവാദ കരച്ചിൽ മുഴക്കുമ്പോൾ ഇതിനെ വിമർശനാത്മകമായി കാണാതെ, ഇതിനെ ശരിയായ രീതിയിൽ ന്യൂവൻസ്ഡ് ആയിട്ട് ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ ആ ഇരവാദ കരച്ചിൽ മുഴക്കിയ ആളെ അൺകണ്ടീഷണലി സപ്പോർട്ട് ചെയ്യാണ്. ഒരു മാതാവ് മകനെ, സൈക്കോപാത്തായിട്ടുള്ള മകനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ. ഇതുകൊണ്ടാണ് വോക്കിസ് ഒരു വൈറസാന്ന് പറയുന്നത്. സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്? ഹൈപ്പർ ലിബറൽസ് എന്ന് പറയപ്പെടുന്നത്. ഞാൻ പറഞ്ഞ നേരത്തെ കാറ്റഗറി എല്ലാവരും കൂടി പെടുന്ന ഈ കാറ്റഗറിയാണ് വോക്സ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വോക്സ്റ്റേഴ്സ് മൊത്തം ഇവരെ സപ്പോർട്ട് ചെയ്യാണ്, ഇവരെ പിന്തുണയ്ക്കുകയാണ്. ഇതുകൊണ്ടാണ് IRC പറഞ്ഞു വെച്ചത് ഇതൊരു വൈറസാണെന്നുള്ളത്. ഇസ്ലാം മാത്രമല്ല, ഇസ്ലാം എന്ന് പറഞ്ഞ വൈറസിനെ ഇവിടെ വളരാൻ പാകത്തിൽ മണ്ണാക്കി കൊടുക്കുന്നത് വൈറസാണെന്ന് IRC പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിലെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇങ്ങനെയാണ് ഇസ്ലാമിക് ടെററിസമൊക്കെ ഇവിടെ വളരുന്നതും ഇങ്ങനെയാണ് വോക്കിസ് എന്നുള്ളതൊരു അപകടകരമായിട്ടുള്ളൊരു അവസ്ഥ, ഒരു ചിന്താഗതിയായി മാറുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വോക്സ്റ്റർ ആവാതിരിക്കാൻ പറ്റുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഈ ഒരു 3 കാര്യങ്ങൾ, കൺസ്യൂമർ ഇൻഫൻറ്റലൈസേഷൻ, സോഷ്യൽ മീഡിയ സ്ലോസ്, ടോക്സിക് ഫെമിനിറ്റി, ഇതിൽ നിന്നൊക്കെ ഈ ടോക്സിക് ഫെമിനിറ്റി ഫെമിനിസ്റ്റുകൾ മാത്രമൊന്നല്ല ആവുക കേട്ടോ, സ്ത്രീകൾ മാത്രമൊന്നല്ല ആവുക. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഇതിനൊപ്പം നിൽക്കുന്ന എല്ലാ പുരുഷന്മാരും വോക്കിസ്റ്റുകളാണ്, വോക്ക് വൈറസ് ഉള്ളവരാണ്. അവർക്ക് ടോക്സിക് ഫെമിനിറ്റി ഉള്ളിലുണ്ട്, അത് തന്നെയാണ്. അപ്പോൾ അതേമാതിരി ടോക്സിക് മാസ്കുലിനിറ്റി എന്നുള്ളത് പുരുഷന് മാത്രമുള്ളതല്ല. ടോക്സിക് മാസ്കുലിനിറ്റി സപ്പോർട്ട് ചെയ്യുന്ന കുറേ സ്ത്രീകളുണ്ട്. അപ്പോൾ അവരൊക്കെ ടോക്സിക്കലി മാസ്കുലൈനാണ്, അവരൊക്കെ ടോക്സിക് മാസ്കുലിനിറ്റി അവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ ടോക്സിക് മാസ്കുലിനിറ്റി സ്ട്രക്ചറൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ജെൻഡർ ബയസ്. ഇപ്പോൾ നിങ്ങൾ ടോക്സിക് മാസ്കുലിനിറ്റി ആണിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ജെൻഡർ ബയസാണ്. ടോക്സിക് ഫെമിനിറ്റി പെണ്ണുങ്ങൾക്ക് മാത്രമാണെന്ന് പറഞ്ഞാൽ ജെൻഡർ ബയസാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കാര്യം. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് പുറത്ത് വരാമെന്നുള്ളത്, നമ്മൾ കുറച്ചുകൂടി ഓപ്പൺ മൈൻഡഡ് ആവുക, എല്ലാ കാര്യങ്ങളും നമ്മൾ കേൾക്കാൻ തയ്യാറാവുക. നമ്മൾ ജനം TV സംഖ്യകള എന്ന് പറഞ്ഞ് ഒഴിവാക്കാണ്ടിരിക്കുക, മീഡിയ 1 മൊല്ലകളാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാണ്ടിരിക്കുക. രണ്ടും കേട്ടിട്ട് ഏതാണ് നല്ലത് നിങ്ങൾ തീരുമാനിക്കുക. കമ്മ്യൂണിസ്റ്റുകാരാണ് കൈരളി TV എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാണ്ടിരിക്കുക, കൈരളി ന്യൂസ് കാണുക, അതും വായിക്കുക, അവരുടെ ദേശാഭിമാനി ഒക്കെ വായിക്കുക. പിന്നെ സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ കഴിയാത്തോളം വായിക്കാൻ നോക്കുക, കിട്ടുന്ന സമയം വെച്ചിട്ട് വായിക്കാൻ നോക്കുക. എന്നിട്ട് ആദ്യം ഒരു റിസർച്ചിന് നമുക്ക് കുറച്ച് സമയം എടുക്കും. എന്നിട്ട് ആ റിസർച്ചിൽ നമുക്ക് മനസ്സിലാക്കുക ഏതാണ് ഇതിൽ കുറച്ചും കൂടി ഒതൻറ്റിക് ആയിട്ടുള്ള വാർത്തകൾ, ഏതാണ് കുറച്ചുകൂടി നല്ല ചാനലുകൾ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ രീതിയിൽ വായിക്കുക, ആ രീതിയിൽ മനസ്സിലാക്കുക. ആൾക്കാരുടെ ഒപ്പീനിയൻസ് മുസ്ലിങ്ങളത് മാത്രം കേൾക്കാതെ, ഇരവാദ കരച്ചിൽ മുഴക്കുന്നത് മാത്രം കേൾക്കാതെ, മുസ്ലിംസിൻ്റെയും കേൾക്കുക,
ട്രംപ്സ്റ്റേഴ്സിൻ്റെ സംഖ്യള വാക്കുകളും വാദങ്ങളും കേൾക്കുക, മോദി ഭക്തന്മാരുടെ വാദങ്ങളും കേൾക്കുക, പിണറായി ഭക്തന്മാരുടെ വാദങ്ങളും കേൾക്കുക, എന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാത്തവരുടെ വാദങ്ങളും കേൾക്കുക. ഈ റിസർച്ചിന് ഒരു സമയം എടുക്കും തുടക്കത്തിൽ. പിന്നെ അത് കുറേ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എവിടെയാണ് നമുക്ക് പിൻ പോയിൻ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനൊക്കെ അവസാനം എത്തിപ്പെട്ടിട്ടുള്ളത് യൂട്യൂബിലെ മഹിയാർ തോസി TV എന്നൊക്കെ പറഞ്ഞുള്ള ചാനലുകളാണ്. അതേപോലെ തന്നെ ഹിന്ദു ന്യൂസ് പേപ്പർ ഒതൻറ്റിക്കാണ്, ഒരു എല്ലാ വ്യൂസും പറയുന്ന ഒരു പേപ്പറാണ് ഹിന്ദു എന്ന് പറയുന്നത്. ബയസ് വളരെ കുറവാണ്. ബയസ് ഇല്ല എന്ന് ഞാൻ പറയില്ല. ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന പേപ്പർ വളരെ അൺബയസ്ഡ് ആയിട്ടുള്ള പേപ്പറാണ്. അതായത് ബയസ് ഇല്ല എന്ന് ഞാൻ പറയില്ല, പക്ഷെ കഴിയാത്തോളം ഒതൻറ്റിക്കായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന പേപ്പേഴ്സാണ്. അതേമാതിരി സോഷ്യൽ മീഡിയയിൽ തന്നെ യൂട്യൂബ് പോലത്തെ ചാനൽ മഹിയാർ ടൂസി TV എന്നൊക്കെ പറഞ്ഞിട്ടുള്ള UK ബേസ്ഡ് ചാനൽസ് ഉണ്ട്. പിന്നെ AHTയുടെ ചാനലുണ്ട്, നമ്മുടെ ആരിഫ് ഹുസൈൻ തെരുവത്തിൻ്റെ ചാനലുകൾ. ഇതൊക്കെ കുറേയൊക്കെ ന്യൂസുകൾ പിന്നെ ബയസ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ബയസ് ഇപ്പോൾ എനിക്കും ബയസ് ഉണ്ട്, പക്ഷേ ആ ബയസ് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതാണ് അതിൻ്റെ ബ്യൂട്ടി. അപ്പോൾ ബയസ് നമ്മൾ അഡ്രസ്സ് ചെയ്യുക, നമ്മളുടെ ഉള്ളിൽ തന്നെ ബയസ് മനസ്സിലാക്കുക, നമ്മൾ കോഗ്നിറ്റീവ് ബയസ് നമ്മളെ ഉള്ളിൽ തന്നെയുള്ള കോഗ്നിറ്റീവ് ബയസ് മനസ്സിലാക്കുക, എല്ലാം വായിക്കുക. ഫസ്റ്റ് തുടർച്ചയിലുള്ള റിസർച്ചിന് ഒരു സമയം എടുക്കും. പിന്നീട് നമുക്ക് ഇതൊക്കെ പിൻ പോയിൻ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. ഇനി ചിലപ്പോൾ മഹിയാർ ടൂസി TV മാത്രം കാണരുത്, വേറെ അത്തൈസ്റ്റ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ വേറെ ചാനലുണ്ട്, അതും കാണുക. പിന്നെ മതത്തിൻ്റെ ആൾക്കാരുടെ ക്രിസ്ത്യാനികളുടെ ചാനലും കാണുക, ഞാനതും കാണലുണ്ട്. മുസ്ലിം ചാനൽ മീഡിയ വണ്ണൊക്കെ കുറേ കാലം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മളെല്ലാം വായിക്കുക, എല്ലാം കേൾക്കുക. തുടക്കത്തിലൊരു റിസർച്ചിനുള്ള സമയം എടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിൻ പോയിൻ്റ് ചെയ്തിട്ട് അത് ഫോക്കസ് ചെയ്തിട്ട് അത് വായിക്കാനും അത് മുന്നോട്ട് പോകാനും പറ്റും. അങ്ങനെയാണ് ഞാൻ ബെഞ്ചമിൻ കെ എന്ന് പറഞ്ഞ ഫിലോസഫറിലൊക്കെ എത്തിപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഓപ്പൺ മൈൻഡഡ് ആവുക, ഡിവേഴ്സ് ഒപ്പീനിയൻസ് നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. ടോക്സിക് മാസ്കുലിറ്റി മാത്രമല്ല, ടോക്സിക് ഫെമിനിറ്റിയും ഉണ്ട്. ഇനി ഭാവിയിൽ ചിലപ്പോൾ ടോക്സിക് ട്രാൻസ്ജെൻഡറിസം വരും. അപ്പോൾ അതും നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അതുണ്ട് നമ്മൾ മനസ്സിലാക്കുക, അതും ഉണ്ട് നമ്മൾ മനസ്സിലാക്കുക, എന്നിട്ട് നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യുക. അത് തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് വന്നോളും. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ പറയാനുള്ളത്. ഇതൊരു വലിയ വിഷയമാണ്, അതുകൊണ്ടാണ് ഇത്രയും നേരം പറഞ്ഞത്. കഴിഞ്ഞ വീഡിയോയും കുറേ വലിയ വിഷയം അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഇങ്ങനത്തെ വീഡിയോകൾ ചെയ്യാം. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അറിയേണ്ടതാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഇതിൻ്റെ വിഷയങ്ങൾ ഇനിയും ചർച്ച ചെയ്യണം, ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻസ്, അത് വളരെ ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങൾക്ക് പറയാൻ പറ്റിയില്ല. കമൻസ് ചെയ്യുക, അതായത് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഇതിൽ എന്തൊക്കെയാണ്, ഇനി എന്തൊക്കെയാണ്. ഞാൻ ഓപ്പൺ ആണ്, കാരണം ഞാൻ എല്ലാ അറിവുള്ള ആളല്ല, ഞാൻ ഒരിക്കലും എല്ലാ അറിവുള്ള ആളല്ല. അപ്പോൾ ഇനി ഇതിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്യാനുള്ളത്, ഇനിയും നിങ്ങൾക്ക് വല്ല ഡീറ്റെയിൽസും കൂടുതലായിട്ട് വേറെ വല്ല നല്ല ആൾക്കാരെ അറിയാനുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്ന, ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചും കൂടി വായിക്കാൻ പറ്റുന്ന ബ്ലോഗ്സ് ആർട്ടിക്കിൾസൊക്കെ ഉണ്ടെങ്കിൽ അയച്ചു തരിക. ആ രീതിയിൽ ഡിസ്കഷൻസ് കമൻറ്റ് ബോക്സിൽ നടത്തുക. എന്നിട്ട് ആ രീതിയിൽ നമുക്ക് ചർച്ചകൾ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ വീണ്ടും തിരുമ്പി സന്ധിക്കും വരേക്കും എല്ലാവർക്കും വണക്കം. ഫിർ മിലേംഗെ, ചലത്തെ ചലത്തെ.